ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഇവൻ്റ് ഉണ്ട്, എൻഗേജ്മെൻറ്റ് വർക്കാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഡിസ്റ്റൻസിൽ പോയി വർക്ക് ചെയ്യുന്നത്. ഹരിപ്പാടാണ്. നമ്മുടെ ഇവിടുന്ന് അറൗണ്ട് 42 കിലോമീറ്റേഴ്സ് ഉണ്ട് വൺ സൈഡ്. അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് സീറ്റ് ഇളക്കി മാറ്റി വെച്ചിട്ട് ഫുള്ള് സാധനങ്ങൾ ലോഡ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് എക്സ്പെൻസും അതിനനുസരിച്ച് വരുമല്ലോ ട്രാവലിങ്ങിലേക്ക്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഈ വർക്ക് തന്നെ വേണം. നമ്മൾ മുന്നേ ചെയ്തൊരു വർക്ക് കണ്ടിട്ടാണ് സെയിം ആ വർക്ക് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് നമ്മൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. നല്ലൊരു കസ്റ്റമറായിരുന്നു. ഈ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസമാണ് നമ്മൾ പോയി വർക്ക് സെറ്റ് ചെയ്തിരുന്നത്. പിറ്റേ ദിവസമാണ് അവരുടെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഹരിപ്പാടായതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി, മഴ സമയമല്ലേ. അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളിയിലെത്തി. എൻ്റെ വെഡ്സ് ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി കാണാം. പിന്നെ ഇതാണ് ഞാൻ പഠിച്ച കോളേജ്. 3 ഇയേഴ്സ് ഞാൻ BSc എടുത്ത കോളേജാണ്. അതൊരു നൊസ്റ്റാൾജിക് ഫീലാണ്. എപ്പോഴും കായംകുളത്തോട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജികക് ഫീലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹരിപ്പാടുള്ള ചോയ്സ് പ്ലാസയിലാണ് ഈ വർക്ക് നടക്കുന്നത്. അവിടെ ഒരു ഹാളാണ്, പാർട്ടി ഹാള്. അത് മാത്രമല്ല, ഈ ഒരു ഹൈവേ സൈഡിലാണെങ്കിലും അകത്തോട്ട് കയറുമ്പോൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ഒരു പ്ലേസാണ്. താഴെ ഒരു ഹെറിറ്റേജ് ലുക്കൊക്കെ കൊടുത്ത് അടിപൊളി ഒരു പ്ലേസും. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഈ ഒരു ഹോള് വരുന്നത്. താഴെ ഇങ്ങനെ പാർട്ടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോള് പോലുള്ള സ്പേസ് താഴെയുണ്ട്. വലിയ ഫംഗ്ഷൻ ആണെങ്കിലും മുകളിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അങ്ങനെ ഞാൻ മുകളിലേക്കാണ് ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. അവിടുത്തെ കാര്യം പറയാമെന്ന് വെച്ചാൽ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി, ഭയങ്കര എന്താ പറയുന്നത്, നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പം ഇങ്ങനെ ഒരു പെരുമാറ്റം എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു എന്ന് വേണം പറയാൻ. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വർക്ക് തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു മെയിനായിട്ടൊരു എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു ചേച്ചിയുണ്ട്, ശൈലജ. പുള്ളിക്കാരത്തി പെട്ടെന്ന് പോയിട്ട് നമുക്ക് 2 ചായയൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ ഈ ചായ കുടിച്ചിട്ടാണ് നമ്മളവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം നമ്മൾ ചെന്ന ഉടനെ നമ്മളെ ആ ഒരു ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരെ ഇങ്ങനെ ഡീൽ ചെയ്യുന്നത് എനിക്കൊരു അതിശയം തോന്നി. അല്ലാതെ അവിടെ ഇവൻ്റ് ബുക്ക് ചെയ്യാൻ വരുന്നവരെയോ അല്ലെങ്കിൽ ആ ഹോളിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമല്ലോ, ആ ആൾക്കാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു മര്യാദ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നാൽ നമ്മൾക്കും തരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ബാബുശായിക്കും അതേ ഭയങ്കര സന്തോഷമായി. ചായയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബാബുശായിക്ക്. അപ്പോൾ ഞങ്ങളത് പറയുമായിരുന്നു ഇങ്ങനെ, അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഭയങ്കര സന്തോഷം തോന്നി. ഇതാണ് ശൈലജ ചേച്ചി. പിന്നെ അവിടുത്തെ ഒരു ഓണർ എന്ന് പറയുന്നത് ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ഇക്കാണ്. ഇക്കയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം നമുക്ക് ഇപ്പോഴും യൂട്യൂബർ ആണെങ്കിലും മുതിർന്ന ആൾക്കാരോടൊരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ. അത് വെച്ചിട്ട് അവരുടെ ഫ്രണ്ടിൽ പോയി വീഡിയോ എടുക്കാനുള്ള മടി കൊണ്ടാണ്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ തന്നെ വർക്കൊക്കെ ഗംഭീരമായിട്ട് പൂർത്തിയാക്കി. ഈ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോവാതെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻസോ ബ്രൈഡൽ ഷവറോ എൻഗേജ്മെൻറ്റോ വെഡ്ഡിങ്ങോ എന്തെങ്കിലും, ഹൽദി, രംഗോലി, അങ്ങനെ എല്ലാ ടൈപ്പ് വർക്കും നമ്മൾ ചെയ്യും. ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കുക, നമ്മൾ വന്ന് അടിപൊളിയായിട്ട് ചെയ്തു തരും. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.